ഹായ് എവ്രി വൺ, വെൽക്കം ടു നിഗ്ദൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ് ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡൈവേഴ്സ് ഓർഗാനിസംസ് ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പലതരത്തിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? കുറച്ച് 2-3 കുട്ടികൾ ഒരു മാവിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് മാങ്ങ കഴിക്കുകയാണ് അല്ലേ, പഴുത്ത മാങ്ങ കഴിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്താ പറയുന്നത്? ഹൗ ഡിഡ് ദിസ് വേം ഗെറ്റ് ഇൻസൈഡ് ദ മാംഗോ? അതായത് ആ കുട്ടി കഴിക്കുന്ന മാങ്ങയുടെ ഉള്ളിൽ എന്ത് കണ്ടു? ഒരു പുഴുവിനെ കണ്ടു. അപ്പോൾ കുട്ടി ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ മാങ്ങയുടെ ഉള്ളിൽ ഈ പുഴു വന്നത് എന്നാണ്. അതായത് നമ്മൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ. അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല മാങ്ങയായിട്ടൊക്കെ തോന്നും, പക്ഷേ അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോ പുഴുക്കളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ പുഴു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്? പുഴു കയറാനാണെങ്കിൽ പുറത്ത് എന്തെങ്കിലും പാട് കാണില്ലേ? അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് കയറിയതെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഗസ്? അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. ആർ വേംസ് ഫൗണ്ട് ഓൺലി ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്? ഇനി ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ മാത്രമാണോ പുഴുക്കളെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക, വേംസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക? ഹാവിൻറ്റ് യു സീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേംസ് ഇൻ യുവർ സറൗണ്ടിങ്സ്? ഫ്രം വേർ ഡു ദേ കം? പലതരത്തിലുള്ള പുഴുക്കളെ, പലതരത്തിലുള്ള വേംസിനെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാറുണ്ട് അല്ലേ. പഴങ്ങളിൽ കാണാം, പച്ചക്കറികളിൽ കാണാം, ഇനി പുറത്ത് കൂടെ ചെടികളിൽ കാണാം, മണ്ണിൽ കാണാം. അങ്ങനെ പലതരത്തിൽ ഇനി നമ്മൾ എന്തെങ്കിലും സാധനം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതിലൊക്കെ പുഴുക്കൾ വരുന്നത് കാണാം. അങ്ങനെയൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ വേംസ് എന്ന് പറഞ്ഞാൽ? ഇത് എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഈ പച്ചക്കറിയുടെ ഉള്ളിലും പഴങ്ങളുടെ ഉള്ളിലും ഒക്കെ ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ വേംസ് എന്ന് പറഞ്ഞാൽ വേംസ് ആർ ഫോംഡ് ഫ്രം ദ എഗ്സ് ഓഫ് സെർട്ടൈൻ ഇൻസെക്റ്റ്. അതായത് വേംസ് എന്ന് പറയണത് ചില ഇൻസെക്റ്റുകളുടെ, ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്നതാണ് ഈ വേംസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും മാംഗോയുടെ ഉള്ളിൽ വേം വന്നത്? അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്റ്റുകളെ, വല്ല പ്രാണികൾ, ഈച്ചകൾ അതൊക്കെ പോയിട്ട് അതിലിരുന്നിട്ട് എന്തുണ്ടാവും? അതിൻ്റെ മുട്ട എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലേക്ക്, അതിന് കൊമ്പ് പോലെയുള്ള സാധനം ഉണ്ട് അല്ലേ, അത് തുളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അത് എന്ത് ചെയ്യും? മുട്ട ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്ന പുഴുക്കളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ആ ഫ്രൂട്ട്, ഇപ്പോൾ എന്ത് ഫ്രൂട്ട് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ വെജിറ്റബിൾ ആണെങ്കിൽ അത്, അതാണ് അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ആ ചെടി അല്ലെങ്കിൽ അതിൻ്റെ ഇല ഒക്കെയാണ് ഭക്ഷണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാണി എന്ത് ചെയ്യുന്നത്? മുട്ട അവിടെ കൊണ്ടുപോയിട്ട് ഇടുന്നത്. അപ്പോൾ മുട്ട വിരിഞ്ഞിട്ട് പുഴുക്കൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ മാങ്ങയൊക്കെ പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി മുട്ട കയറിയിട്ടുണ്ടാവും. അത് വിരിഞ്ഞിട്ട് എന്തായിക്കോളും? പുഴു ഉണ്ടായിക്കോളും. അപ്പോൾ നോക്കിയേ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ദ ഫൈൻഡിങ്സ്. അപ്പോൾ നോക്കൂ, ബട്ടർഫ്ലൈയുടെ വേമിനെ കണ്ടോ? ബട്ടർഫ്ലൈയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുവാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹൗസ് ഫ്ലൈ, ഈച്ചയുടെ പുഴുക്കളെ കണ്ടോ? അതുപോലെ ബീറ്റിൽ, ഇങ്ങനത്തെ വണ്ടുകളുടെ പുഴുവാണ് അത്. അതേപോലെ ബീസ്, ഹണി ബീൻ്റെ ഒക്കെ പുഴു ഇങ്ങനെ ഇരിക്കും, കണ്ടോ? അപ്പോൾ ഈ ഇൻസെക്റ്റുകളുടെയൊക്കെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് വേംസായിട്ട് നമ്മൾ കാണുന്നത്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഓഫ് ക്രീച്ചേഴ്സ് ദാറ്റ് ഹാച്ച് ഇൻ ടു വേംസ്. അപ്പോൾ ഇതുപോലെ വേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ എന്തെല്ലാം പേരുകൾ നമുക്ക് എഴുതാം? നമ്മുടെ നേരത്തെ പിക്ചറിൽ കണ്ട പോലെ ബട്ടർഫ്ലൈസ്, ബീറ്റിൽസ്, ഹൗസ് ഫ്ലൈ, ഇതൊക്കെ ഇതുപോലെ വേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കൂ. അതൊരു ഇമ്പോർട്ടൻറ്റ് പിക്ചറാണ്, അത് പഠിച്ചു വെക്കണം കേട്ടോ. അതിൽ നോക്കൂ, ആൻറ്റ്ലിയോൺ ലേസ്വിങ് എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റ്. ആൻറ്റ്ലിയോൺ ലേസ്വിങ് എന്ന് പറയുന്ന ആ ഒരു ജീവിനെ കണ്ടോ? ചിറകൊക്കെ ഉള്ളത്. ഇതിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ആൻറ്റ്ലിയോൺ ലേസ്വിങ് എന്ന് പറഞ്ഞാൽ ഈ ജീവിനെയാണ്, അതായത് ഈ തുമ്പീനെ പോലെ ഇരിക്കുന്ന ഈ സാധനത്തിനെയാണ് ആൻറ്റ്ലിയോൺ ലേസ്വിങ് എന്ന് പറയാം. അപ്പോൾ ആ ആൻറ്റ്ലിയോൺ ലേസ്വിങ് ഇടുന്ന മുട്ടേനെയാണ് താഴെ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. എഗ്ഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ? കുഞ്ഞു കുഞ്ഞു എഗ്ഗുകൾ. ആ എഗ്ഗ് വിരിഞ്ഞിട്ടുണ്ടാകുന്ന ലാർവയാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആൻറ്റ്ലിയോൺ ലാർവ. ആ ലാർവ എന്തായിട്ട് മാറും? അടുത്തൊരു സ്റ്റേജിൽ അത് സ്വയം അതിനൊരു കവറിങ് ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് നാൾ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? ഒരു പ്യൂപ്പയായിട്ട് ഇരിക്കും. ഈ പ്യൂപ്പയെ വിരിഞ്ഞിട്ടാണ്, ഈ പ്യൂപ്പയെ തുറന്നിട്ട് ആണ് എന്ത് പുറത്തു വരുന്നത്? ഈ ആൻറ്റ്ലിയോൺ ലേസ്വിങ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസെക്റ്റ് ഉണ്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലൈഫിലെ പല സ്റ്റേജുകളാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഡസ് ദ ആൻറ്റ്ലിയോൺ ഹാച്ച്ഡ് ഫ്രം എഗ് look like its parent creature? What are the further changes that happen to the antlion? അപ്പോൾ
ഇപ്പോൾ സാധാരണ ഒരു കോഴിമുട്ട വിരിഞ്ഞുണ്ടാകുന്ന കോഴിക്കുഞ്ഞെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത്? ആ കോഴിയുടെ ഒരു ചെറിയ രൂപം അല്ലേ, രൂപത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അതൊരു കുഞ്ഞി കോഴി തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഈ ആൻറ്റിലിയോൺ ലേസ്വിങ്ങിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടായ സാധനം ലാർവയും ഈ ആൻറ്റിലിയോൺ ലേസ്വിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, കാഴ്ചയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല അല്ലേ. രൂപത്തിൽ വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള സാധനമാണ് ഉണ്ടായിരിക്കുന്നത്. ദെൻ അതൊരു പ്യൂപ്പ എന്ന് പറയുന്ന സ്റ്റേജിൽ കൂടെയും കൂടി കടന്നു പോയതിന് ശേഷമാണ് എന്തായിട്ട് മാറുന്നത്? ഈ ഒരു ജീവിയായിട്ട് മാറുന്നത്. അപ്പോൾ ആൻറ്റിലിയോണിനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. ആൻറ്റിലിയോൺ അല്ലെങ്കിൽ ഡൂഡിൽ ബഗ് എന്ന് പറയുന്നത്, അതായത് ആൻറ്റിലിയോൺ എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ അതിൻ്റെ ലാർവയാണ് കേട്ടോ. ആ പറക്കുന്ന പ്രാണിയുടെ ലാർവൽ സ്റ്റേജാണ് ഈ ആൻറ്റിലിയോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ മലയാളത്തിൽ കുഴിയാന എന്ന് പറയും. നമ്മൾക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണിത്. is the larva of a kind of winged insect called ആൻറ്റിലിയോൺ ലേസ്വിങ്. അപ്പോൾ അതിൻ്റെ ലാർവയാണ് ആൻറ്റിലിയോൺ എന്ന് പറയുന്നത്. They make funnel shaped pits in sand and eat small insect like ants. They are called ആൻറ്റിലിയോൺ because they capture ants. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ കണ്ടോ, ഇതിൽ കണ്ടോ ഈ കുഴിയാനകൾ അല്ലെങ്കിൽ ആൻറ്റിലിയോൺസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മണൽ പോലെയുള്ള തരിതരിയുള്ള മണ്ണുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്ത് ഇതുപോലെയുള്ള കുഴികൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ കുഴികൾ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ വല്ല ഉറുമ്പൊക്കെ നടന്നു പോകുമ്പോൾ ഈ മണൽ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് ഇങ്ങനെ വരും, അതായത് താഴത്തേക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തും പെടും, ഈ ഉറുമ്പും പെടും. ഉറുമ്പിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി പോരാൻ പറ്റില്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും, ഈ കുഴിയാനോ ഒളിച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അതതിനെ പിടിക്കും. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ ഈ കുഴിയുടെ അകത്ത് എന്തിനെ പിടിച്ചിട്ട് കൊടുക്കും, ഉറുമ്പിന് നമ്മൾ പിടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം കയറി വന്നിട്ട് അതിനെ പിടിക്കും. അത് പണ്ട് ചെറുപ്പത്തിലെ ഒരു വിനോദമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ചുറ്റുപാടും എവിടെയെന്നെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ കാണാൻ പറ്റും. ഈ നമ്മുടെ കാർ ഷെഡ് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഈ പൊടി മണ്ണ് പോലെ കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഉറുമ്പിനെ പിടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അതിന് ആൻറ്റിലിയോൺ, ആൻറ്റിനെ പിടിക്കുന്ന, ആൻറ്റിനെ തിന്നുന്ന എന്നുള്ള രീതിയിലാണ് ആ പേര് വന്നിരിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് ലാർവ മേക്സ് എ കൊക്കൂൺ യൂസിങ് സാൻഡ് ഗ്രെയിൻസ് ആൻഡ് തിൻ സിൽക്ക് ഫൈബേഴ്സ് സെക്രീറ്റഡ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ബിക്കംസ് എ പ്യൂപ്പ. അപ്പോൾ ഇതിങ്ങനെ ഈ രൂപത്തിൽ കുറച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും, ഈ മണൽ തരികളും അതുപോലെ അതിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ചെറിയ സിൽക്കിൻ്റെ ഫൈബർ പോലെയുള്ള സാധനമുണ്ട്, അത് വെച്ചിട്ട് അതിനൊരു കവറിങ് ഉണ്ടാക്കിയിട്ടിരിക്കും. ആ ഒരു സ്റ്റേജിനെയാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. ഇനി ഈ പ്യൂപ്പ സ്റ്റേജിൽ കുറച്ച് ദിവസം ഇരുന്നതിന് ശേഷം ആ പ്യൂപ്പയിൽ വ്യത്യാസങ്ങൾ, ആ പ്യൂപ്പയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ആൻറ്റിലിയോണിന് വ്യത്യാസം വന്നിട്ടാണ് അത് എന്തായിട്ട് മാറുന്നത്, ആ ഒരു ആൻറ്റിലിയോൺ ലേസ്വിങ് ഇൻസെക്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രക്രിയേനെ പറയുന്ന പേരാണ് മെറ്റാമോർഫോസിസ് എന്ന്, അതായത് രൂപാന്തരണം. ഇൻ സം ക്രീച്ചേഴ്സ് ദ ലാർവേ ഡു നോട്ട് റിസംബിൾ ടു ദ പാരൻറ്റ്. ദ ലാർവേ ഫോംഡ് ഫ്രം ദ എഗ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കംസ് എ ക്രീച്ചർ റിസംബ്ലിങ് ദ പാരൻറ്റ്. ദിസ് ചേഞ്ച് ഈസ് കോൾഡ് മെറ്റമോർഫോസിസ്. അതായത് ചില ജീവികളിൽ എങ്ങനെയാണ് അതിൻ്റെ ലാർവ, അതായത് അതിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവിക്ക് എന്തിനുമായിട്ട്, ഈ പാരൻറ്റുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല, അതിൻ്റെ കാഴ്ചയിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. പിന്നെ ആ ലാർവയ്ക്ക് പല സ്റ്റേജസ് ഓഫ് ലൈഫ് കഴിഞ്ഞിട്ട്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞിട്ടാണ് അതെന്തായിട്ട് മാറുന്നത്, അതിൻ്റെ പാരൻറ്റിനെ പോലുള്ള ഒരു ജീവിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫിലുണ്ടാകുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസിനെ, ഈ ഒരു മാറ്റത്തിനെ പറയുന്ന പേരാണ് മെറ്റാമോർഫോസിസ് എന്ന്. അതായത് രൂപാന്തരണം പ്രാപിച്ചു ഒരു രൂപത്തിലുള്ള ജീവി ഒരു മുട്ടയിടുന്നു, അതിനുണ്ടാവുന്ന വിരിയുന്നത് കുഞ്ഞിന് വേറൊരു രൂപമാണ്. പിന്നെ ആ രൂപം മാറിയിട്ടാണ് അതിൻ്റെ പാരൻറ്റിനെ പോലെ അതായിട്ട് മാറുന്നത്. അപ്പോൾ അതിനെയാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. വാട്ട് അതർ ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ഗോ ത്രൂ സച്ച് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേജസ് കാണിക്കുന്ന വേറെയും ജീവികളുണ്ട്. ഫോർ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, ബട്ടർഫ്ലൈസ് ഉണ്ട്, അതേപോലെ ലേഡി ബഗ്സ്, ബീറ്റിൽസ്, അതൊക്കെ ഉണ്ട്. അതുകൂടാതെ ഫ്രോഗ്സ് ഉണ്ട്. ഈ ഫ്രോഗ്സിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കൂ. അതിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ടാഡ്പോൾസ് എന്ന് പറയുന്നത് അതിന് എന്ത് ചെയ്യില്ല, നമ്മൾ വാൽമാക്രി എന്നൊക്കെ പറയും മലയാളത്തിൽ, അതിന് ഈ തവളയായിട്ട് വല്ല ബന്ധമുണ്ടോ, ഫ്രോഗുമായിട്ട് കാണാൻ ഒരു ചായയില്ല അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്റ്റേജ് ഇങ്ങനെ മാറി വന്നിട്ടാണ് അത് ഒരു നോർമൽ ഫ്രോഗിൻ്റെ രൂപത്തിലേക്ക് മാറുന്നത്. ഇതൊക്കെ മെറ്റമോർഫോസിസിന് എക്സാമ്പിളാണ്. ആ വേർഡ് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ അടുത്തത് നോക്കൂ. ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ കോക്രോച്ച്. ഇനി കോക്രോച്ചിൻ്റെ ആണെങ്കിലോ, ഫുൾ ഗ്രോൺ കോക്രോച്ച്, ഒരു വലിയ കോക്രോച്ച് മുട്ടയിടുന്നു. ആൻഡ് അതിൽ നിന്നുണ്ടാകുന്നത് എന്താ,
ഒരു കോക്രോച്ചിനെ പോലെ ഇരിക്കുന്ന വേറൊരു സാധനം അല്ലേ, പക്ഷെ ശരിക്കും കോക്രോച്ച് ആണോ? അല്ല, അതിൻ്റെ ബോഡി പാർട്ടിൽ വ്യത്യാസങ്ങളുണ്ട്, അതിന് ചിറകൊന്നുമില്ല. ഇതിനെ പറയുന്ന പേരാണ് നിംഫ് എന്ന്. ഡസ് ദ ഓഫ് സ്പ്രിങ് ഓഫ് എ കോക്രോച്ച് ലുക്ക് ലൈക്ക് എ കോക്രോച്ച് ഇറ്റ് സെൽഫ്? കോക്രോച്ചിനെ പോലെ തന്നെയുണ്ടോ? ഇല്ല, കാണാൻ വ്യത്യാസമുണ്ട്. എന്തൊക്കെ ഡിഫറൻസ്? അതിന് ചിറകൊന്നും ഇല്ല അല്ലേ, അപ്പോൾ അതിന് രൂപത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെയാണ് പറയുന്നത് ദേ ആർ കോൾഡ് നിംഫ്സ്. Nymph goes through different stages of growth and become a fully grown cockroach. During these stages, the nymph shed its outer shell many times. അപ്പോൾ ഈ ആദ്യം എഗ്ഗ് വിരിഞ്ഞിട്ട് ഈ നിംഫാണ് ഉണ്ടാവുക. ആൻഡ് നിംഫിൽ എന്ത് ചെയ്യും? കുറേ സ്റ്റേജസ് ഇതുപോലെ മാറി മാറിയിട്ടാണ് ഒരു വലിയ കോക്രോച്ചായിട്ട് അതിൻ്റെ ഒരു ഫുൾ രൂപത്തിലേക്ക് വരിക. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഔട്ടർ ഷെല്ല്, അതിൻ്റെ പുറത്തൊരു കവറിങ് ഉണ്ടാവും. നമ്മൾ ഈ ചെമ്മീനൊക്കെ ഉണ്ടാവില്ലേ, ഒരു കവറിങ് പോലെ ഇങ്ങനെ പൊളിഞ്ഞു വരണ രീതിയിൽ, അതിനെയാണ് ഷെല്ലെന്ന് പറയുക കേട്ടോ. ആ ഷെല്ല് പോലെ എന്തിനും ഉണ്ട്? ഈ കോക്രോച്ചിനും ഉണ്ട്. കോക്രോച്ചിൻ്റെ നിംഫിനും ആ ഷെല്ലുണ്ട്. അപ്പോൾ ആ ഷെല്ല് പലതവണ അത് പൊഴിച്ച് കളയും, പുതിയതുണ്ടാവും, അത് വീണ്ടും പൊഴിച്ച് കളയുന്നു. എന്നിട്ട് അത് വളർന്നിട്ടാണ് പല സ്റ്റേജ് മാറിയിട്ടാണ് ഫുൾ ഗ്രോൺ ആയിട്ടുള്ള കോക്രോച്ചായിട്ട് മാറുക. ദ വേംസ് ഹാച്ച്ഡ് ഫ്രം ദ എഗ്സ് ഓഫ് ദ ഇൻസെക്ട് ഈറ്റ് ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ് പാർട്സ്. Thus, many such worms adversely affect farming. Farmers adopt many measures to keep such worms and pests away. അപ്പോൾ അധികവും ഇത്തരത്തിലുള്ള ഇൻസെക്റ്റുകൾ മുട്ടയിടുന്നത് ഏതെങ്കിലും ചെടികളിലായിരിക്കും. അപ്പോൾ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന വേംസിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് അധികവും ഈ ചെടിയുടെ ഇലകളും അതിൻ്റെ തണ്ടും അതിൻ്റെ കായകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേംസ് ഫാമേഴ്സിന് എന്താണ് ഒരു പ്രശ്നമാണ്. ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്റ്റ് ദ ഫാമിങ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫാമേഴ്സ് പല രീതിയിലുള്ള മെഷേഴ്സ് എടുക്കാറുണ്ട്. അവിടുത്തെ പിക്ചർ നോക്കൂ. ഒരു തോട്ടത്തിലെ ആ ചെടിയുടെ ഇല മുഴുവൻ പുഴുക്കൾ കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ലേഡി എന്താ പറയുന്നത്? യു ക്യാൻ റെഡ്യൂസ് പെസ്റ്റ് ഇഫ് യു ഗ്രോ മാരിഗോൾഡ് ഇൻ ബിറ്റ്വീൻ ദ ക്രോപ്സ്. അതായത് ഈ ചെടികളുടെ ഇടയിൽ മാരിഗോൾഡ് ചെടി, മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെണ്ടുമല്ലിയില്ലേ, ആ ചെടി നട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പെസ്റ്റിൻ്റെ ശല്യം കുറയ്ക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? മാരിഗോൾഡിൻ്റെ പ്രത്യേകത. മാരിഗോൾഡ് അതായത് ചെണ്ടുമല്ലി നിങ്ങൾ മണത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതിനൊരു കുത്തണ തരത്തിലുള്ള ഒരു മണമുണ്ട് അല്ലേ. ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാരിഗോൾഡ് കീപ് സർട്ടൈൻ കൈൻഡ്സ് ഓഫ് പെസ്റ്റ് എവേ. അപ്പോൾ ആ ചെടിക്ക് ആ ഒരു മണം വരാനുള്ള കാരണം അതിൽ ചില കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കെമിക്കൽ എന്തിനെ ഓടിക്കും? ഈ പെസ്റ്റുകളെ ഓടിക്കും. പെസ്റ്റുകൾക്ക് ആ ഒരു കെമിക്കലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. സിമിലർലി വാട്ട് ആർ ദ അതർ മെത്തേഡ്സ് യു നോ ഡിസ്കസ്. അപ്പോൾ ഈ മാരിഗോൾഡ് ചെടി നടുന്നതുപോലെ തന്നെ വേറെ എന്തൊക്കെ മെത്തേഡുകൾ, നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്, കീടനാശിനികൾ അങ്ങനെയല്ല പറയുന്നത്, വേറെ എന്തൊക്കെ നാച്ചുറൽ മെത്തേഡ്സ് അറിയാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇതുപോലെ മാരിഗോൾഡ് പറയുന്നത് പോലെ നമുക്ക് ബേസിൽ പ്ലാന്റും നടുന്നത് നല്ലതാണ്. ബേസിൽ എന്ന് വെച്ചാൽ തുളസി ചെടി. അതേപോലെ യൂസ് സ്പ്രേസ് വിത്ത് ഗാർലിക്, ടുബാക്കോ, പെപ്പർമിൻറ്റ് ഓയിൽ. ഇതേപോലെ ഈ സ്പ്രേസ് ഉണ്ടാകും. അതായത് നമ്മൾ പുകയില കഷായം എന്നൊക്കെ പറയും, പുകയിലയൊക്കെ വെച്ചിട്ട് ഇതുപോലെ തളിക്കുന്ന വെള്ളം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ തളിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഗാർലിക്, വെളുത്തുള്ളി വെച്ചിട്ട് പെപ്പർമിൻറ്റ് ഓയിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്പ്രേസ് ഉണ്ടാക്കിയിട്ട് അത് തളിച്ചു കൊടുത്താൽ നല്ലതാണ്. അതേപോലെ എൻകറേജ് ബെനിഫിഷ്യൽ ഇൻസെക്റ്റ്. ചില ഇൻസെക്റ്റ് ഈ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഇൻസെക്റ്റിൻ്റെ ശത്രുക്കളായിട്ടുള്ള അതിനെ അതിനെ തിന്നുന്ന ചില ഇൻസെക്റ്റുകളുണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ തോട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വളർന്നു കഴിഞ്ഞാൽ ഈ ദോഷമുള്ള ഇൻസെക്റ്റുകൾ വരില്ല. ഇതൊക്കെ നാച്ചുറൽ മെത്തേഡുകളാണ് കേട്ടോ പെസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പെസ്റ്റ് ദാറ്റ് ഹാം ദ ക്രോപ്സ്. അപ്പോൾ ഇതുപോലെ ക്രോപ്സിനെ ഹാം ചെയ്യുന്ന ഇതുപോലെയുള്ള പെസ്റ്റുകളുടെ ലാർവേസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യെല്ലോ സ്റ്റെം ബോറർ ലാർവയുണ്ട്, അതായത് ഈ തണ്ടുതുരപ്പൻ പുഴു എന്നൊക്കെ പറയും. അതായത് അത് ഈ സ്റ്റെമ്മിൻ്റെ ഉള്ളിലാണ് ഈ കയറിയിട്ട് അതിൻ്റെ ഭക്ഷണമായിട്ട് ആ തണ്ടാണ്. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും തുരന്ന് ഇങ്ങനെ കയറും, അതുകൊണ്ടാണ് ആ പേര്. അതേപോലെ തന്നെ വേറെ നമുക്ക് എഴുതാം കോട്ടൺ ബോൾവേം ലാർവയുണ്ട്, അതായത് കോട്ടൺ ചെടികളെ, പരുത്തി ചെടികളെയൊക്കെ നശിപ്പിക്കുന്ന ലാർവയാണ് അത്. അതേപോലെ ലീഫ് റോളർ ലാർവേസ് ഉണ്ട്, ഇല ചുരുട്ടിപ്പുഴു. നമ്മളൊക്കെ കാണാറുണ്ട്, പച്ചക്കറി ചെടികളിലൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ഈ പുഴു വന്നിട്ട് ഇല ഇങ്ങനെ ചുരുണ്ടിട്ടിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഈ പുഴു ഉണ്ടാവും, അത് അവിടെ ഇരുന്നിട്ട് ഈ ഇല തിന്നുമായിരിക്കും. അപ്പോൾ അതൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. ദെൻ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് സം സ്പൈസസ് ദാറ്റ് വി യൂസ്. നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്പൈസുകളുടെ പിക്ചേഴ്സാണ്. കാർഡമം, പെപ്പർ, ക്ലോവ്, സിനമൺ, അതൊക്കെ ഉണ്ട്.
വി ഓഫൺ കീപ് സം സ്പൈസസ് എലോങ് വിത്ത് ഗ്രെയിൻസ് വെൻ ദേ ആർ സ്റ്റോർഡ്. അപ്പോൾ ഈ നമ്മൾ ഏതെങ്കിലും ഗ്രെയിൻസ്, അതായത് നമ്മുടെ അരി അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പയറ് വർഗ്ഗങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് ക്ലോവ്സ്, അതായത് ഗ്രാമ്പൂ, അതുപോലെ പട്ടയുടെ കഷ്ണം, അത് സിന്നമൺ പീസ് അതൊക്കെ ഇട്ട് വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ പെസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിൽ വരുമല്ലോ ഇത്തരത്തിലുള്ള, നമ്മൾ എന്ത് അരി സൂക്ഷിച്ച് വെച്ചാലും പയറാണെങ്കിലും എന്ത് സാധനം നമ്മൾ കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ കുഞ്ഞു ചെറിയ പ്രാണികൾ വന്നിട്ട് അതിനെ നശിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ സ്പൈസ് ഇടുന്നത് കൊണ്ട് ഗുണം എന്ന് വെച്ചാൽ, the chemicals produced by the plants to protect themselves from pests make them aromatic spices. അപ്പോൾ ഈ കാർഡമത്തിനാണെങ്കിലും ക്ലോവിനാണെങ്കിലും ഇങ്ങനെ ഒരു ഈ അരോമാറ്റിക് ആ ഒരു മണവും ആ ഒരു പ്രത്യേകതയും കൊടുക്കുന്നത് അതിലുള്ള ചില കെമിക്കൽസാണ്. ആ ചെടി ആ കെമിക്കൽ ഉണ്ടാക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള പെസ്റ്റുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മണവും ആ ഒരു പ്രത്യേക കെമിക്കലും ഒക്കെ ആ ചെടിക്കുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ, അതിൻ്റെ ആ ഒരു ഗുണമാണ് നമ്മൾ സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്പൈസസ് നമ്മൾ ഇതുപോലെയുള്ള ഗ്രെയിൻസ്, ധാന്യങ്ങളോ അല്ലെങ്കിൽ വിത്തുകളോ ഒക്കെ സൂക്ഷിച്ച് വെക്കണേൽ ഇട്ട് കഴിഞ്ഞാൽ ആ മണം കൊണ്ട് എന്ത് വരില്ല, ഈ പെസ്റ്റുകളൊന്നും അതിലേക്ക് വരില്ല. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡു വേംസ് കോസ് ഹാം ഓൺലി, ലിസൺ ടു വാട്ട് ദേ ആർ സെയിങ്. അപ്പോൾ ഈ വേംസിനെ കൊണ്ട് ദോഷം മാത്രമാണോ ഉള്ളത്, അതോ ഗുണം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഒരു ലാർവയാണ് അതിൽ സംസാരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പറയുന്നത്? ദർ ആർ മെനി ക്രീച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ അസ്, ദേ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് അസ്. അതായത് ആ ലാർവ എന്താ പറയുന്നത്, ഞങ്ങളെ തിന്ന് ജീവിക്കുന്ന കുറേ ജീവികളുണ്ട്. പല ജീവികളെയും, പല കിളികളുടെയും, പല ചെറിയ ചെറിയ ഇതുപോലെയുള്ള ഇൻസെക്റ്റുകളുടെയും ഒക്കെ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇത്തരത്തിലുള്ള പുഴുക്കളും ലാർവകളും ഒക്കെ ആണ്. അപ്പോൾ അതിന് ഇവരൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വി കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ ബൈ ഈറ്റിംഗ് ഡെഡ് ക്രീച്ചേഴ്സ് ആൻഡ് ഫുഡ് വേസ്റ്റ്. അപ്പോൾ അതുപോലെ ഈ ലാർവ, ഈ പുഴുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെഡായിട്ടുള്ള ജീവികളെയൊക്കെ തിന്നിട്ട് അതിനെ അങ്ങനെ മണ്ണിൽ കിടക്കാതെ അതിനെ വിഘടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതിനെ ഡിക്കമ്പോസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ഫുഡ് വേസ്റ്റ് ഒക്കെ തിന്നിട്ട് അതും ഡിക്കമ്പോസ് ചെയ്യാൻ വേണ്ടി ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദ ഇൻസെക്ട് ദാറ്റ് ഗ്രോസ് ഫ്രം ആസ് പോളിനേറ്റ് മെനി ഫ്ലവേഴ്സ്. ഇനി ഈ ലാർവ വലുതായിട്ട് ഇതുപോലെ ഇൻസെക്റ്റുകളായിട്ട് മാറില്ലേ, ബട്ടർഫ്ലൈസ് ആയിട്ടും ബീസ് ആയിട്ടും ഫ്ലൈസ് ആയിട്ടും ഒക്കെ മാറും അല്ലേ, പലതരത്തിലുള്ള ജീവികളായിട്ട് മാറും. അപ്പോൾ ആ ജീവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൂക്കളിൽ പോളിനേഷൻ നടത്താനുള്ള മെയിനായിട്ടുള്ള പോളിനേഷൻ നടക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു ജീവി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻസെക്റ്റുകളാണ്. അപ്പോൾ അതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ വേംസ് ദോഷം മാത്രമാണോ ചെയ്യുന്നത്? അല്ല, വേംസ് പലതരത്തിൽ നമ്മളെ സഹായിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഫോക്കസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട്സ് ഫോർ ദ ബാലൻസ് ഓഫ് ദ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇൻസെക്റ്റ് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഇൻസെക്ട്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ ബാലൻസ് ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിന് ഇൻസെക്റ്റിന് ഒരു പ്രധാന പങ്കുണ്ട്. കാരണം ദേ മെയിൻറ്റെയിൻ ഹെൽത്തി സോയിൽ, റീസൈക്കിൾ ന്യൂട്രിയൻസ്, പോളിനേറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ക്രോപ്സ് ആൻഡ് കൺട്രോൾ പെസ്റ്റ്. അതായത് അതെന്തൊക്കെ ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ഹെൽത്തി സോയിൽ, നമ്മൾ പറഞ്ഞു അല്ലേ, ഡെഡായിട്ട് കിടക്കുന്ന സാധനങ്ങളെയൊക്കെ തിന്നിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിലും അത് ക്ലീൻ ചെയ്യുന്നതിലും ഒക്കെ ആർക്ക് പങ്കുണ്ട്? ഈ വേംസ്, ഇൻസെക്റ്റുകളുടെ ലാർവേസിന് പങ്കുണ്ട്. അതേപോലെ തന്നെ റീസൈക്കിൾ ന്യൂട്രിയൻസ്, അവിടെ ശരിക്കും എന്താ നടക്കുന്നത്? ന്യൂട്രിയൻസിൻ്റെ റീസൈക്ലിംഗ് ആണ് നടക്കുന്നത്. അതിനെയൊക്കെ മണ്ണിൽ അലിയിച്ച് ചേർക്കാൻ ഇവർ പ്രധാന പങ്ക് വഹിക്കുന്നു. അതേപോലെ തന്നെ ഫ്ലവേഴ്സിനെ പോളിനേറ്റ് ചെയ്യുന്നത്, ഫ്ലവേഴ്സിനെയും ക്രോപ്സിനെയും, നമ്മുടെ ചെടികളെ, വിളകളെയൊക്കെ പോളിനേറ്റ് ചെയ്യുന്നതിൽ ഇൻസെക്റ്റുകൾക്ക് വളരെ പങ്കുണ്ട്. അത് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചെടികളിൽ നിന്ന് വേറെ ചെടികളിലേക്ക് പോകുമ്പോഴാണ് എന്ത് നടക്കുന്നത്? പോളിനേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ കൺട്രോൾ പെസ്റ്റ്, നമുക്ക് പല ഇൻസെക്റ്റുകളുടെയും ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രാണികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവയാണ് എന്ത്? പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പെസ്റ്റുകളെ തിന്നൊടുക്കുന്നതിൽ ഈ ഇൻസെക്റ്റിനും പങ്കുണ്ട്. അതൊക്കെ നമുക്കിതിൽ പോയിൻ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. People in many parts of the world use insects like grasshoppers, worms, beetles, scorpions and ants for food.
അതായത് നമ്മുടെ നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുമോ? ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി, വേംസിനെ, ബീറ്റിൽസിനെ, സ്കോർപ്പിയോൺസിനെ, തേള്, അതിനെയൊക്കെ നമ്മൾ ഭക്ഷണമാക്കുമോ? ഇല്ല അല്ലേ, നമ്മളതൊന്നും കഴിക്കില്ല. പക്ഷേ പല രാജ്യങ്ങളിലും, പുറത്തുള്ള ജപ്പാൻ അങ്ങനെയൊക്കെയുള്ള തായ്ലൻഡ്, അങ്ങനെ പല സ്ഥലങ്ങളിലും എന്ത് ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിനെയൊക്കെ വറുത്തിങ്ങനെ വെച്ചിട്ട് ആൾക്കാർ അതിനെയൊക്കെ ഇങ്ങനെ ഒരു സ്നാക്ക് പോലെ കഴിക്കുന്നത്. സ്മോൾ ഇൻസെക്ട്സ് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് വൈറ്റമിൻസ്. അപ്പോൾ അവരിത് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അതായത് അത് നല്ല ഭക്ഷണമാണെന്നാണ് പറയുന്നത്. നല്ല റിച്ച് പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അതിലുണ്ട്. They also kept for food in some areas because of the availability of low cost protein. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിന് ഒരു ലോ കോസ്റ്റിൽ, അതായത് വലിയ വിലയൊന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. അതായത് നമ്മൾ വേറെ ഇറച്ചി, മീൻ, മുട്ട ഒക്കെ കഴിക്കുന്നതിന് പകരം ഈ സാധനത്തിന് കഴിച്ചാൽ അതിന് പൈസ ചിലവും അധികമില്ല, എന്നാൽ പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടും. അപ്പോൾ ഇൻസെക്റ്റുകളെ ഭക്ഷണമാക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. അതിനുശേഷം നോക്കൂ, കളർഫുൾ ഇൻസെക്ട്സ്. ബട്ടർഫ്ലൈസ് ആർ ഗ്രൂപ്പ് ഓഫ് ദ ഇൻസെക്ട് ഫാമിലി. ഹൗ മെനി നെയിംസ് ഓഫ് ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ ഏരിയ ആർ നോൺ ടു യു. അപ്പോൾ ഇനി അടുത്തതൊരു കളർഫുൾ ഭാഗത്തേക്കാണ് വരുന്നത് അല്ലേ. ബട്ടർഫ്ലൈസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് എന്തിൽ വരുന്നതാണ്? ഇൻസെക്റ്റിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരാൾക്കാരാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ പലതും നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ളതായിരിക്കും. ഇതിൻ്റെയൊക്കെ പേര് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. രണ്ടെണ്ണത്തിൻ്റെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രൈപ്പ്ഡ് ടൈഗർ, അതിൻ്റെ മലയാളം നെയിമാണ് വരയൻ കടുവ എന്ന് കേട്ടോ. അതേപോലെ കോമൺ ജാസ്ബെലിന് മലയാളത്തിൽ പറയുന്നത് എന്താണ്? വിലാസിനി എന്നാണ്. അപ്പോൾ ഇതിലേതാണ് ഓരോന്നും നിങ്ങൾക്ക് അറിയാമോ ഏതൊക്കെയാണെന്ന്? നമുക്ക് ഓരോന്നിൻ്റെയും പേരെന്താണെന്ന് നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ വൈറ്റ് ആൻഡ് യെല്ലോ വരുന്ന ഇതിൻ്റെ പേരാണ് കോമൺ ജാസ്ബെൽ കേട്ടോ, അഥവാ വിലാസിനി. അപ്പോൾ അതാണ് കോമൺ ജാസ്ബെൽ, വിലാസിനി. ഓക്കെ. ഇനി റൈറ്റ് സൈഡിലുള്ള യെല്ലോ കളർ ഉണ്ടല്ലോ, അത് ഒരു വളരെ തിന്നായിട്ടുള്ള ഇതുള്ള നമ്മൾ സാധാരണ കാണാറുള്ള സാധനമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്തൊക്കെ അധികമായിട്ട് കാണുന്നതാണ്. ഇതിൻ്റെ പേര് ഗ്രാസ് യെല്ലോ എന്നാണ് കേട്ടോ. ഗ്രാസ് യെല്ലോ. ഇതിന് മലയാളത്തിൽ മഞ്ഞപ്പാപ്പാത്തി എന്നാണ് പറയുക. ഗ്രാസ് യെല്ലോ, അതാണ് മഞ്ഞപ്പാപ്പാത്തി. അതിൻ്റെ കഴിഞ്ഞിട്ട് താഴെയുള്ള നീലയുണ്ടല്ലോ, ഈ നീലയുടെ പേരാണ് മലബാർ ബാൻഡഡ് പീക്കോക്ക്, അല്ലെങ്കിൽ പാപ്പിലിയോ ബുദ്ധ എന്നും പറയും. അതിൻ്റെ സയൻറ്റിഫിക് നെയിം പാപ്പിലിയോ ബുദ്ധ എന്നാണ്. മലബാർ ബാൻഡഡ് പീക്കോക്ക്. ഓക്കെ. ഒരു മയിൽപ്പീലിയുടെ കളറൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ സംസ്ഥാന ബട്ടർഫ്ലൈ ആണ്, സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണ് കേട്ടോ പാപ്പിലിയോ ബുദ്ധ എന്ന്. അതിന് മലയാളത്തിൽ ബുദ്ധമയൂരി എന്ന് പറയും. ബുദ്ധമയൂരി. ഓക്കെ. അപ്പോൾ അതാണ് നീല കളറിലുള്ളത്. ദെൻ അതിനുശേഷം താഴെ ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് യെല്ലോ വരുന്നത്, അതിനെ സഹ്യാദ്രി ബേർഡ് വിങ് അല്ലെങ്കിൽ സദേൺ ബേർഡ് വിങ് എന്ന് പറയും കേട്ടോ. സഹ്യാദ്രി അല്ലെങ്കിൽ സദേൺ ബേർഡ് വിങ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളതാണ്. ആൻഡ് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ഗരുഡ ശലഭമാണ് കേട്ടോ, ഗരുഡ ശലഭം. ഇനി ലെഫ്റ്റ് സൈഡിൽ ആ വരയുള്ളതിൻ്റെ പേരാണ് നമ്മുടെ ബുക്കിൽ തന്നിട്ടുള്ള സ്ട്രൈപ്പ്ഡ് ടൈഗർ, വരയൻ കടുവ. അതിൻ്റെ പിക്ചർ കണ്ടാൽ തന്നെ അറിയാലോ അതിന് എങ്ങനെയാണ് ആ പേര് വന്നത്. കടുവയുടെ മേത്തുള്ള ഒരു ഡിസൈൻ പോലെ ഉണ്ട് അല്ലേ, അതാണ് സ്ട്രൈപ്പ്ഡ് ടൈഗർ. ദെൻ അതിൻ്റെ മുകളിലുണ്ടല്ലോ ഒരു ആഷ് കളറിലുള്ളത്, അതിൻ്റെ പേരാണ് ഈവനിങ് ബ്രൗൺ, കോമൺ ഈവനിങ് ബ്രൗൺ അല്ലെങ്കിൽ മലയാളത്തിൽ കരിയില ശലഭം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കാണുന്നതാണ്. ഇതിൻ്റെയൊക്കെ പേരുകൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. നമ്മുടെ ചുറ്റും കാണുന്ന ജീവികളുടെയൊക്കെ പേര് ഒരു പരിചയമുള്ളത് നല്ലതല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ ചുറ്റും കാണുമ്പോൾ ഇത് ഏതാണെന്നുള്ളത് നോക്കണം കേട്ടോ. ദെൻ some butterflies lay eggs on particular plants. The parts of these plants are the food of the butterfly larvae. അപ്പോൾ പല ബട്ടർഫ്ലൈകളും ചില പെർട്ടിക്കുലർ പ്ലാന്റ്സിൽ, ചില പ്രത്യേക മരങ്ങളിലും ചെടികളിലും മാത്രമാണ് മുട്ടയിടുള്ളൂ. അപ്പോൾ അതായത് അതിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ആ ചെടിയുടെ ഇലകളും ഒക്കെ തണ്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ തന്നെ ആ ബട്ടർഫ്ലൈസ് അതിൽ തന്നെ വന്നിട്ട് മുട്ടയിടുന്നത് കേട്ടോ. അതിനുള്ള ചില എക്സാമ്പിളുകളാണ് നോക്കിക്കേ. നാരകശലഭം, ലൈം ബട്ടർഫ്ലൈ എന്ന് പറയും. അരളി ശലഭം, കോമൺ ക്രോ. വെള്ളിലത്തോഴി, ദ കമാൻഡർ. എരുക്ക് തപ്പി, പ്ലെയിൻ ടൈഗർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈ ആർ ദീസ് ബട്ടർഫ്ലൈസ് നെയ്മഡ് സോ ഡിസ്കസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതിന് ഈ പേര് വരാൻ കാരണം? നാരകശലഭം എന്ന് പറയുന്നത് എന്തായിരിക്കും?
അത് നാരക മരത്തിൽ, അതായത് നാരങ്ങയുടെ ഉണ്ടാകുന്ന മരമില്ലേ, അതിലാണ് അത് മുട്ടയിടുക. അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ പേര് വന്നിരിക്കുന്നത്. അതുപോലെ അരളി ശലഭ അപ്പോൾ എവിടെയായിരിക്കും? അരളി മരത്തിലായിരിക്കും. വെള്ളില തോഴി, വെള്ളില എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്, ആ ചെടിയിലാണ് അപ്പോൾ അതുണ്ടാവുക. എരുക്ക് തപ്പി എന്ന് പറഞ്ഞാൽ എരുക്കും എന്താണ്? ഒരു ചെടിയുടെ പേരാണ്. അപ്പോൾ അതിൻ്റെ ഇലയിൽ മുട്ടയിട്ട് അവിടെ ലാർവ ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിന് അങ്ങനെ പേര് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ for the survival of butterflies, both nectar plants and host plants are necessary. Butterflies get nectar from the nectar plants. The larvae feed on the host plants. അപ്പോൾ ഈ ബട്ടർഫ്ലൈസിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നെക്ടർ പ്ലാന്റ്സും അതുപോലെ ഹോസ്റ്റ് പ്ലാന്റ്സും. ഹോസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലാണ് ഇത് മുട്ടയിട്ട് ഇതിൻ്റെ ലാർവയെ വിരിഞ്ഞ് ആ ലാർവയെ അതിൽ നിന്ന് ഭക്ഷണമൊക്കെ കണ്ടുപിടിച്ച് വളരുന്നതാണ് അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ്. അപ്പോൾ ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടാവുക എന്നുള്ളത് ഈ ബട്ടർഫ്ലൈസിന് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമാണ് അതിന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഈ നെക്ടർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടർഫ്ലൈസ് എന്താണ്? തേൻ കുടിക്കാൻ പല പല തരത്തിലുള്ള ചെടികളിൽ പോകില്ലേ, അപ്പം അതിനിഷ്ടമുള്ള അത് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില പൂക്കളുണ്ട്. ആ പൂക്കളാണ് നെക്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആ പൂക്കളുള്ള ചെടികളാണ് നെക്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈസിന് ഈ നെക്ടർ പ്ലാന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹോസ്റ്റ് പ്ലാന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ ബട്ടർഫ്ലൈ ഗാർഡൻ ഈസ് എ ഗാർഡൻ വിത്ത് ബോത്ത് ദീസ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ഈ 2 ബട്ടർഫ്ലൈ ഗാർഡനിൽ എന്തുണ്ടാവും? ഈ 2 തരത്തിലുള്ള പ്ലാന്റുകളും ഉണ്ടാകും. അതായത് ബട്ടർഫ്ലൈസിന് ഇഷ്ടമുള്ള പൂക്കളുള്ള പ്ലാന്റ്സും ഉണ്ടാവും, അതേപോലെ അതിന് മുട്ടയിടാൻ പാകത്തിനുള്ള ഹോസ്റ്റ് പ്ലാന്റുകളും ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്? ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചില ബട്ടർഫ്ലൈസിന് പ്രത്യേകതരം ഹോസ്റ്റ് പ്ലാന്റുകളും നെക്ടർ പ്ലാന്റുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്ലാന്റുകളുടെ ഇല്ലാതാവൽ കാരണം, അല്ലെങ്കിൽ ഈ പ്ലാന്റുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറയുന്നതിനനുസരിച്ച് പല ബട്ടർഫ്ലൈസിനെ കാണാനില്ലാതെ, അതായത് നമുക്ക് സുപരിചിതമായിട്ട് നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നത് പലതും കാണാൻ ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് ബട്ടർഫ്ലൈസിനെ കുറിച്ച് പറയുന്നത്. ഇനി താഴെ നോക്കൂ. ഇതും ബട്ടർഫ്ലൈനെ പോലെ തന്നെയുള്ള ഒരു ജീവിയാണ് അല്ലേ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ജീവികളെ കാണാറ്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരാ പറയുക, ബട്ടർഫ്ലൈ അല്ല, അതിനെ പറയുന്ന പേരാണ് മോത്ത്സ്. ഓക്കെ, ഡ്യൂറിങ് വിച്ച് ടൈം ഡു വി സീ ബട്ടർഫ്ലൈസ്? ഡു വി സീ ദം അറ്റ് നൈറ്റ്? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? അപ്പം നമ്മൾ ബട്ടർഫ്ലൈനെ എപ്പോഴാണ് കാണുന്നത്? പകലാണ് കാണാറ് അല്ലേ. പക്ഷേ രാത്രിയിൽ നമ്മൾ ബട്ടർഫ്ലൈസിനെ കാണാറുണ്ടോ? ഇല്ല, രാത്രിയിൽ അങ്ങനെ ബട്ടർഫ്ലൈസ് അധികം വരാറില്ല അല്ലേ. ബട്ട് ഇത്തരത്തിലുള്ള ഈ പിക്ചറിലുള്ള പോലത്തെ ജീവികളുടെ പ്രത്യേകത എന്താണ്? ഇവരെ നമ്മൾ അധികവും രാത്രിയിലാണ് കാണുന്നത്. They are moths. Unlike butterflies, most of them are not colorful. അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ രൂപമൊക്കെ ഷേപ്പ് അതുപോലെ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത് അതിൻ്റെ കളറിലാണ്. ബട്ടർഫ്ലൈസിന് നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവായ കളറുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മോത്തുകൾക്ക് എങ്ങനെയായിരിക്കും? കളർഫുൾ ആയിരിക്കില്ല. ഇതുപോലെ ഒരു ഗ്രേ കളർ, ആഷ് കളർ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സം മോത്ത്സ് ഹാവ് ഫെദർ ലൈക്ക് ആൻറ്റിനി. അതിനെന്തുണ്ടാവും? കൊമ്പ് പോലെ എന്തുണ്ടാവും? ആൻറ്റിനേസ് ഉണ്ട്. സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ കൊക്കൂൺ മെയ്ഡ് ബൈ ദ ലാർവേ ഓഫ് എ കൈൻഡ് ഓഫ് മോത്ത്. അതായത് നമ്മുടെ നാച്ചുറൽ സിൽക്കില്ലേ, നമ്മൾ സിൽക്ക് പട്ട് സാരിയൊക്കെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പട്ട് ഉണ്ടാക്കുന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഈ ബോംബിക്സ് മോറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് മോത്തുകളുണ്ട് കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ബോംബിക്സ് മോറി എന്ന് പറയുന്ന ഒരു മോത്തുണ്ട്. ആ മോത്ത് എന്ത് ചെയ്യും? അതിൻ്റെ ലാർവേനെ, അതിൻ്റെ മുട്ടയിൽ നിന്ന് അതിൻ്റെ ലാർവ ഉണ്ടാകുന്നു. ആൻഡ് ആ ലാർവ കുറച്ച് കഴിയുമ്പോൾ ഒരു കൊക്കൂൺ ഉണ്ടാക്കുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബട്ടർഫ്ലൈയുടെയും വേറെ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ മെറ്റമോർഫോസിസ് പറഞ്ഞപ്പോൾ. അപ്പോൾ ആ കൊക്കൂൺ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ആ കൊക്കൂണിൽ അത് കൊക്കൂൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നൂല് പ്രൊഡ്യൂസ് ചെയ്യും. ആ നൂല് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ നാച്ചുറൽ സിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സിൽക്ക് ആരാ ഉണ്ടാക്കണേന്ന് ചോദിച്ചാൽ ആരാണ്? മോത്തുകളുടെ ലാർവയിൽ നിന്നാണ്, അതിൻ്റെ കൊക്കൂണിൽ നിന്നാണ് നമ്മൾ സിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ദെൻ ബ്ലൂ ടൈഗർ മോത്ത് അല്ലെങ്കിൽ വെങ്കണ നീലി. ബ്ലൂ ടൈഗർ മോത്തിൻ്റെ പിക്ചറാണ് ആ കൊടുത്തിരിക്കുന്നത്, ബ്ലൂ കളറിലുള്ളത് കേട്ടോ. ബ്ലൂ ടൈഗർ മോത്ത് ഇസ് എ കൈൻഡ് ഓഫ് ബ്ലൂ കളേർഡ് മോത്ത് ഫൗണ്ട് ഡ്യൂറിങ് ഡേ ടൈം. They are mistaken for butterflies because of their blue color. അപ്പോൾ ഈ ബ്ലൂ ടൈഗർ മോത്തിനെ കണ്ടു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈനെ പോലെ ഇരിക്കും, കാരണം അതിന് ഈ ബ്ലൂ കളറൊക്കെ ഉള്ളത്. അതുപോലെ അതിന് ഡേ ടൈമിൽ കാണാറുണ്ട്. പക്ഷേ അവർ ശരിക്കും എന്താണ്? മോത്താണ്, ബട്ടർഫ്ലൈ അല്ല. They are called വെങ്കണ നീലി because they lay eggs on the Caralia tree.
മലയാളത്തിൽ വെങ്കണ എന്ന് പറയുന്ന ഒരു മരത്തിലാണ് അത് മുട്ടയിടുക. അതുകൊണ്ടാണ് അതിനെ വെങ്കണ നീലി എന്ന് പറയുന്നത് കേട്ടോ. ദേ സാറ്റിസ്ഫൈ ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് മോത്ത് എക്സെപ്റ്റ് ദാറ്റ് ദേ ആർ സീൻ ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് ഹാവ് ബ്ലൂ കളർ. സോ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മോത്ത് ഫാമിലി. അപ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ സ്വഭാവങ്ങളും എന്തിനെ പോലെയാണ്? മോത്തുകളെ പോലെയാണ്. എക്സെപ്റ്റ് അതിനെ പകൽ കാണാൻ പറ്റും ആൻഡ് അതിന് നീല കളറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മോത്തുകളുടെ കൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയല്ല, ബട്ടർഫ്ലൈ ആക്കിയിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത്. ദെൻ അടുത്ത ടോപ്പിക്ക് ദ വേൾഡ് ഓഫ് സ്മോൾ ക്രീച്ചേഴ്സ്. ഹൗ മെനി ഓഫ് ദ സ്മോൾ ക്രീച്ചേഴ്സ് ആർ ഫെമിലിയർ ടു യു? അപ്പോൾ ചെറിയ ജീവികൾ അല്ലേ, നമുക്ക് പരിചയമായിട്ടുള്ള നമ്മൾ സാധാരണ കാണാറുള്ള ചില ചെറു ജീവികളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ക്രീച്ചേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ ഈ ക്രീച്ചേഴ്സിൻ്റെയൊക്കെ പേരുകൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ സാധാരണ കാണുന്നതാണ് അല്ലേ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആളാരാണ്? ആൻഡാണ്, ഉറുമ്പാണ്, അത് നമുക്കറിയാം. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതിന് നമ്മൾ കുളവി, വേട്ടാവളി എന്നൊക്കെ മലയാളത്തിൽ പല സ്ഥലങ്ങളിലും പല പേരുകൾ പറയും. ഇംഗ്ലീഷിൽ നമുക്ക് പൊതുവായിട്ട് വാസ്പ് എന്ന് പറയാം. ഓക്കെ. ദെൻ അടുത്തത് നമ്മൾ മലയാളത്തിൽ പഴുതാര എന്നൊക്കെ പറയുന്ന സാധനം സെൻറ്റിപ്പീഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, സെൻറ്റിപ്പീഡ്. ദെൻ ഡ്രാഗൺ ഫ്ലൈ, തുമ്പി അവിടെയുണ്ട്, അതിന് നമുക്ക് അറിയാവുന്നതായിരിക്കും. ദെൻ സ്പൈഡർ, താഴെയുള്ളതിന് സ്പൈഡർ. ദെൻ ഇപ്പുറത്തുള്ളത് പേന് പോലത്തെ ജീവികളാണ് അല്ലേ, ലൈസ്. ദെൻ മുകളിലുള്ള ആൾ സ്കോർപ്പിയൺ. ഓക്കെ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കണ്ട് പരിചയമുള്ളതാണ്, അറിയാത്ത പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ദെൻ ആൻസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ആൻസ് ആർ സ്മോൾ ക്രീച്ചേഴ്സ് മോസ്റ്റ്ലി ഫൗണ്ട് എവരിവെയർ ഇൻ അവർ സറൗണ്ടിങ്സ്. ആർ ഓൾ ആൻസ് ഓഫ് ദ സെയിം കൈൻഡ്. അപ്പോൾ ആൻസിന് നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ജീവികളാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ എല്ലാ ഉറുമ്പുകളും ഒരേപോലെയാണോ? ഹൗ മെനി ടൈപ്സ് ഓഫ് ആൻസ് ഡു യു നോ? റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. പലതരത്തിലുള്ള ഉറുമ്പുകൾ നമ്മൾ തന്നെ പലതരം പേരുകളിൽ വിളിക്കാറുണ്ട് അല്ലേ. ഒന്നിൻ്റെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്, യെല്ലോ ക്രേസി ആൻറ്റ്. അതിൻ്റെ മലയാളം പേരെന്താണ്? ചോണനുറുമ്പ്. ചോണനുറുമ്പിനെ കണ്ടിട്ടില്ലേ? അതായത് അതൊന്നും കടിക്കുകയൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക ഏത് സമയത്തും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന് ക്രേസി ആൻറ്റ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ദെൻ വേറെ നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്? പുളിയുറുമ്പ് പറയാറുണ്ട് അല്ലേ. പുളിയുറുമ്പിന് ഇംഗ്ലീഷിൽ പറയുന്നത് റെഡ് ഫയർ ആൻഡ് എന്നാണ്. നമുക്ക് കടിച്ചാൽ നല്ല നീറ്റിലുണ്ടാകുന്ന ഒരു ഉറുമ്പില്ലേ, നമ്മുടെ ഈ മാവിലും പുളിമരത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഉറുമ്പ്, അത്. ദെൻ അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള എന്തുണ്ട്? കട്ടുറുമ്പുണ്ട് അല്ലേ. കട്ടുറുമ്പിന് പറയുന്നത് ബ്ലാക്ക് ഗാർഡൻ ആൻഡ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഉറുമ്പുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അടുത്തൊരു ചെറിയ ടോപ്പിക്ക് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ. ആൻസ് ആർ സ്മോൾ ക്രീച്ചേഴ്സ് ലിവിങ് ആസ് എ കമ്മ്യൂണിറ്റി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ എ കോളനി ഓഫ് ആൻസ് പെർഫോമിംഗ് ദ ടാസ്ക് ഓഫ് ലേയിങ് എഗ്സ്, കളക്ടിങ് ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഫ്രം എനിമീസ്. അപ്പോൾ ഈ ആൻസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ ഒരു സമൂഹമായിട്ട്, ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. അല്ലാതെ ഒറ്റയ്ക്കോ രണ്ടുപേരായിട്ടോ അല്ല അവർ ജീവിക്കുക, ഒരു കോളനി ആയിട്ടാണ് ജീവിക്കുക. അങ്ങനെ ഒരു കോളനിയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ഉറുമ്പുകൾ ഉണ്ടാവും ഒരു കോളനിക്കകത്ത് തന്നെ. പലതരത്തിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കട്ടുറുമ്പാണെങ്കിൽ എല്ലാവരും കട്ടുറുമ്പായിരിക്കും, പക്ഷേ അതിൽ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അതായത് ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് അവർ വേർതിരിച്ചിട്ടുണ്ട്. അതായത് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, ഫുഡ് കളക്ട് ചെയ്യാൻ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, അതുപോലെ കാവൽ നിൽക്കാൻ അവരുടെ ആ കോളനീനെ എനിമീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു കോളനിയിൽ തന്നെ പല ആൾക്കാർക്കും പല ജോലികൾ ഇങ്ങനെ വീതിച്ച് കൊടുക്കുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ദെൻ വിങ്ഡ് ആൻസ്. നൗ വി ക്യാൻ ഓൾസോ ഫ്ലൈ. ഇങ്ങനത്തെ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? അതായത് ഈ ചിറക് വെക്കുന്ന ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ വിങ്ഡ് ആൻസ്? വെൻ ഡു ദ വിങ്സ് ഗ്രോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ഈ പറക്കാനുള്ള ചിറകുകൾ ഉണ്ടാകുന്നത്? Male and female ants that perform the reproductive function come out of their colonies with wings. They mate with male and female ants from another colony and form new colonies. അപ്പോൾ നേരത്തെ ഡിവിഷൻ ഓഫ് ലേബറിൽ പറഞ്ഞു മുട്ടയിടുന്ന ഉറുമ്പുകൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആൾക്കാരുണ്ട് എന്നല്ലേ. അപ്പോൾ അങ്ങനെ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ള, റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, മെയിൽസും ഉണ്ടാവും ഫീമെയിൽസും ഉണ്ടാവും. അവർക്കാണ് എന്തുണ്ടാവുക? ചിറകുണ്ടാവുക. അവർ ആ ചിറക് വെച്ചിട്ടാണ് ആ കോളനിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന പുറത്തുകൂടെ നടക്കുന്ന ഉറുമ്പുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫുഡ് കളക്ട് ചെയ്യാണ്. അവർക്ക് എന്തുണ്ടാവില്ല? ചിറകൊന്നും ഉണ്ടാവില്ല. ഈ റീപ്രൊഡക്ഷനുള്ള ആൾക്കാർ ചില സമയങ്ങളിൽ, അതായത് അവർക്ക് മേറ്റിംഗ് മെയിലും ഫീമെയിലും ഇണ ചേരുന്ന ആ സമയത്ത്
മാത്രമേ എന്ത് വരുള്ളൂ, ഇവർ പുറത്തേക്ക് വരുള്ളൂ. ആ സമയത്ത് അതിന് എന്തുണ്ടാവും, ചിറകുണ്ടാവും. ആൻഡ് അത് എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് പറന്ന് വേറെ പുറത്ത് ഉള്ള മെയിൽസിനെ, വേറെ കോളനിയിലുള്ള മെയിൽസിനെയും ഫീമെയിൽസിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. അങ്ങനെ അവർ പുറത്ത് പോയി വേറെ കോളനിയുള്ള മെയിലും ഫീമെയിലും ആയിട്ട് മേറ്റ് ചെയ്ത് എന്തുണ്ടാകുന്നു, അവർ പുതിയൊരു, അപ്പോൾ അവർ മുട്ടയൊക്കെ ഇടുമല്ലോ, അപ്പോൾ അവർക്ക് പുതിയൊരു കോളനി, അതൊരു പുതിയ ഗ്രൂപ്പായിട്ട് മാറുന്നു. ലെറ്റ്സ് ഒബ്സർവ് ആൻസ്. ഷാൽ വി ഒബ്സർവ് ആൻസ് ഇൻ അവർ സറൗണ്ടിങ്സ്? വാട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ്? അതിൻ്റെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തൊക്കെ നോക്കണം? കളറ്, സൈസ്, ഹാബിറ്റാറ്റ്, ഫുഡ്, വേ ഓഫ് കളക്ടിങ് ഫുഡ്, മൂവ്മെൻറ്റ്, ഇതൊക്കെ നോക്കിയിട്ട് ഒരു ബുക്ക്ലെറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഹൗ മെനി അതർ സ്മോൾ ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ലീവ്സ് ആസ് എ കമ്മ്യൂണിറ്റി? അപ്പോൾ ഉറുമ്പുകൾ കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു കോളനി ആയിട്ട്, ഗ്രൂപ്പായിട്ടാണ് താമസിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ വേറെ ജീവികളുണ്ടല്ലോ, വേറെ എന്തൊക്കെ ജീവികളാണ്, വേറെ എന്തൊക്കെ ചെറു ജീവികളാണ് ഇതുപോലെ കോളനി ആയിട്ട് ജീവിക്കുന്നത്? ടെർമൈറ്റ്സ് ഉണ്ട് അല്ലേ, അതായത് ചെതൽ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ ഹണി ബീ ഉണ്ട്, ഹണി ബീസ് എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. അതേപോലെ തന്നെ വാസ്പുകൾ, അതുപോലെ ബഗ്സ്, അതൊക്കെ എന്തായിട്ടാണ്, കോളനികളായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. അതൊക്കെ നമുക്ക് എക്സാമ്പിൾ എഴുതാം. അപ്പോൾ 1-2 പഠിച്ചു വയ്ക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു പാർട്ടായിട്ടിടാം. ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതേപോലെ നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പാർട്ടുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.